നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻഡ് നോട്ട് ഫുഡ് നോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മള്? ഈ ഒരു ഫുഡ് നോട്ട്സിന്റെ ആ ഒരു ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസേർട്ട് എൻഡ് നോട്ട്, ഇൻസേർട്ട് ഫുഡ് നോട്ട്, അത്രയും പറഞ്ഞിരുന്നല്ലോ അല്ലെ? ബാക്കിയല്ലേ പറയാനുള്ളത്? അതില് നമുക്കിനി അടുത്തത് സിറ്റേഷൻ ആൻഡ് ബിബിലിയോഗ്രഫി. സിറ്റേഷൻ ആൻഡ് ബിബിലിയോഗ്രഫി എന്ന് പറഞ്ഞാല് എന്താണ് സിറ്റേഷൻ ആഡ് ചെയ്യുന്നത്, എന്താണ് ബിബിലിയോഗ്രഫി ആഡ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. സിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അവിടെ എഴുതി വെക്കണം. Cite a book, journal, article or other periodicals as the source for a piece of information in the document. നമ്മൾ ഏതെങ്കിലും ഒരു ബുക്കോ ജേർണലോ എന്തിനെങ്കിലും കുറിച്ച് നമ്മളിതിൽ എഴുതിയിട്ടുള്ള ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു കണ്ടന്റ് അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്, അതാണ് നമ്മൾ അവിടെ ചെയ്തു വെക്കുന്നത്. ചൂസ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് സോഴ്സസ് യു ഹാവ് ക്രിയേറ്റഡ് ഓർ എൻ്റർ ഇൻഫർമേഷൻ ഫോർ എ ന്യൂ സോഴ്സ്, വേർഡ് ഫോർമാറ്റ് ദ സിറ്റേഷൻ അക്കോർഡിംഗ് ടു ദി സ്റ്റൈൽ യു ഹാവ് സെലക്ടഡ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആഡ് ന്യൂ സോഴ്സ് കൊടുക്കാം. നമുക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്നുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിൽ കണ്ടോ, സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ബുക്കാണോ ജേർണൽ ആണോ എന്താണോ എന്ന് അതിന്റെ പേര് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓതറിന്റെ പേര് ടൈപ്പ് ചെയ്യാം. ടൈറ്റിൽ, ഇയർ, സിറ്റി, പബ്ലിഷർ, ലാംഗ്വേജ്, ഇതൊക്കെ നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ ഒരു ലിങ്ക് പോലെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇപ്പൊ ഈ ഒരു ഡോക്യുമെന്റിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതിലുള്ള കണ്ടന്റ്, ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കണ്ടന്റ് എവിടെ നിന്നാണ്, അതിന്റെ സോഴ്സ് എന്താണെന്നുള്ളതാണ് എന്തിൽ ചേർക്കുന്നത്, ഇൻസേർട്ട് സിറ്റേഷൻ. അപ്പൊ സോഴ്സ് ഫോർ എ പീസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ദ ഡോക്യുമെന്റ്, അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. സോഴ്സ് ആണ് കേട്ടോ. നമുക്ക് നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിൽ നമ്മൾക്ക് ഈ ഒരു ആ ഒരു ഡാറ്റ എവിടെ നിന്നാണ് കിട്ടിയത്, അതാണ് സിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. സൈറ്റ് എ ബുക്ക് അല്ലെങ്കിൽ ജേർണൽ, ആർട്ടിക്കിൾ ഓർ അതർ പീരിയോഡിക്കൽ ആസ് ദി സോഴ്സ് ഫോർ എ പീസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ദി ഡോക്യുമെന്റ് എന്നാണ് പറയുന്നത് സിറ്റേഷൻ. ഓക്കെ, സിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ, സിറ്റേഷൻ CITATION, സിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എഴുതി വയ്ക്കാം. അതിന്റെ തൊട്ട് മുകളിലുള്ളത് മാനേജ് സോഴ്സസ് എന്നാണ്. അതായത് നമ്മുടെ സോഴ്സസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊടുക്കുകയാണ്. പിന്നെ APA എന്നവിടെ കൊടുത്തിട്ടുണ്ട്. ബിബിലിയോഗ്രഫി സ്റ്റൈലാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്കറിയണം ബിബിലിയോഗ്രഫി എന്താണ്. അപ്പൊ ബിബിലിയോഗ്രഫി എന്താണ്? ആഡ് എ ബിബിലിയോഗ്രഫി വിച്ച് ലിസ്റ്റ് ഓൾ ദ സോഴ്സസ് സൈറ്റഡ് ഇൻ ദ ഡോക്യുമെന്റ്. ഡോക്യുമെന്റിലുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തേക്ക്, ബിബിലിയോഗ്രഫി ആഡ് ചെയ്ത് വെക്കുക. അതാ നമുക്ക് ബിബിലിയോഗ്രഫി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ഇത് ചെയ്യാറുണ്ട്. ഒരു പ്രൊജക്റ്റ് ഒക്കെ അടിക്കുമ്പോൾ അതിന്റെ സോഴ്സസ് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ എഴുതി വെക്കാറുണ്ട്. അപ്പൊ അതുപോലെ ആ ഒരു റെഫറൻസസ് ആണ് നമ്മൾ ബിബിലിയോഗ്രഫി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ സിറ്റേഷന്റെ ബിബിലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സോഴ്സിന്റെ റെഫറൻസ് അല്ലെങ്കിൽ അതിൽ നിന്ന് ആ ഒരു ഡാറ്റ കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് എടുത്തത് അതിന്റെ സോഴ്സസ് ആണ് എഴുതി അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വേർഡ് ഡോക്യുമെന്റിൽ ആഡ് ചെയ്ത് വെക്കാം. അതിനാണ് നമ്മൾ സിറ്റേഷൻ ആൻഡ് ബിബിലിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ഗ്രൂപ്പ് ഇൻസേർട്ട് ക്യാപ്ഷൻ ആണ്. അതിൽ നമുക്കൊരു ഇമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് എ ക്യാപ്ഷൻ ടു എ പിക്ചർ ഓർ അതർ ഇമേജ്. ഒരു നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഫിഗർ 1, ഫിഗർ 2, അല്ലെന്നില്ലെങ്കിൽ ഇമേജ് 1, 1.1, 1.2.1 അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാ ഫിഗർ 1 ആണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഓൾറെഡി കിടക്കുന്നത് ഫിഗർ 1 ആണ്. ലാബിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഫിഗറിനെയാണോ ടേബിളിനെയാണോ എന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടില്ലേ ബയോളജി ബുക്കിലും അതുപോലെ അല്ലെങ്കിൽ തന്നെ അങ്ങനത്തെ പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ ഉള്ള ബുക്കിലൊക്കെ നമുക്കൊരു ഇപ്പൊ ചെറിയൊരു കാര്യത്തിനെ കുറിച്ചിട്ട് അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് സി ഫിഗർ 1 അല്ലെങ്കിൽ സി പാര 47 എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ സി ഫിഗർ 1, സി ടേബിൾ 1 അങ്ങനെ നമ്മൾ കൊടുക്കാറില്ലേ. അതാണ് എന്ത് ക്യാപ്ഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ. അതൊക്കെ നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ ഇതെല്ലാം ഇതിലിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ ഇൻസേർട്ട് ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻസേർട്ട് ടേബിൾ ഓഫ് ഫിഗർ അതൊക്കെ അതിൽ അത്ര തന്നെയുള്ളൂ, അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ളതാണ്. ക്രോസ് റെഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ക്രോസ് റെഫറൻസ് കേട്ടോ. അപ്പൊ ഇൻസേർട്ട് ക്യാപ്ഷൻ എഴുതി വെക്കേണ്ടത് ആഡ് എ ക്യാപ്ഷൻ ടു ദി പിക്ചർ ഓർ അതർ ഇമേജ്, അത്രേ ഉള്ളൂ. ഒരു ക്യാപ്ഷൻ കൊടുക്കാം. നമുക്കത് എങ്ങനെയാണ് കൊടുക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തന്നല്ലോ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മളോടത് പ്രോസസ് ഒന്നും ചോദിക്കില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതാണ്. ക്രോസ് റെഫറൻസ് എന്താണെന്ന് വെച്ചാൽ റിഫർ ടു ഐറ്റം സച്ച് എസ് ഹെഡിങ്, ഫിഗർ ആൻഡ് ടേബിൾ ബൈ ഇൻസേർട്ടിങ് എ ക്രോസ് റെഫറൻസ് സച്ച് എസ് സി ടേബിൾ 6 ബിലോ അങ്ങനെ പറഞ്ഞ് നമ്മൾ കൊടുക്കും.
നമ്മൾ കൊടുത്തിട്ടുള്ള കാര്യത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഫോം ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ഇഫ് ദി കണ്ടന്റ് ഈസ് മൂവ്ഡ് ടു അനദർ ലൊക്കേഷൻ. കണ്ടോ, ആ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ലിങ്ക് പോലെ പോവും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു ക്രോസ് റെഫറൻസ് എവിടേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, എവിടേക്കാണ് മൂവ്ഡ് ടു അനദർ ലൊക്കേഷൻ, ഇതിങ്ങനെ തന്നെ എഴുതി വെക്കുക കേട്ടോ, ക്രോസ് റെഫറൻസ്. അപ്പൊ അത് ക്രോസ് റെഫറൻസ് എവിടെയാണെന്നുള്ളത് നമ്മളോട് ചോദിക്കാറുണ്ട്. റെഫറൻസസിലാണ്. റെഫറൻസ് എന്ന് പറഞ്ഞ ടാബില് ക്യാപ്ഷൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ്. അപ്പൊ അതിങ്ങനെ എങ്ങനെ ഇത് സ്റ്റെപ്പ് പോലെ എഴുതി വെക്കുക. വേർഡ്, അതില് റെഫറൻസസ് എന്ന് പറഞ്ഞ ടാബ്, റെഫറൻസസ് ടാബ്, അതില് ക്യാപ്ഷൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, അതിലാണ് എന്ത് ക്രോസ് റെഫറൻസസ് എന്ന് പറയുന്നത്. ക്യാപ്ഷൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് ക്രോസ് റെഫറൻസ് എന്ന് പറയുന്നത്. ഈ ക്രോസ് റെഫറൻസ് എന്താണ്, റിഫർ ടു ഐറ്റംസ് സച്ച് ആസ് ഹെഡിങ്സ്, ഫിഗർ ആൻഡ് ടേബിൾസ് ബൈ ഇൻസേർട്ടിങ് എ ക്രോസ് റെഫറൻസ് സച്ച് ആസ് സി ടേബിൾ 6 ബിലോ. അത് ഇതിലേക്ക് കുഴപ്പമില്ല, നമ്മളൊരു ഇൻസേർട്ട് ക്രോസ് റെഫറൻസ് ഇൻസേർട്ട് ചെയ്യാണ് ഹെഡിങ്ങിനോ ഫിഗറിനോ അല്ലെങ്കിൽ ടേബിളിനോ ഒക്കെ ആയിട്ട്. അവിടെ എഴുതിയിട്ടുണ്ട് ക്രോസ് റെഫറൻസസ് ആർ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ്. എന്തിനാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്? If the content is moved to another location, by default, cross references are inserted at hyperlink. അപ്പോൾ ഹൈപ്പർ ലിങ്ക് ആയിട്ട് തന്നെ പോകുന്ന ഒരു കാര്യമാണ്, അത് അണ്ടർലൈൻ ചെയ്ത് എഴുതി വെക്കാം കേട്ടോ. ഇൻസർട്ടഡ് ആസ് ഹൈപ്പർ ലിങ്ക്. ഹൈപ്പർ ലിങ്ക് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ആ പാരഗ്രാഫിന്റെ ഡാറ്റ ഒക്കെ എടുക്കുന്നത് വേറൊരു പേജിലാണ്. അപ്പൊ ഡാറ്റാസ് എല്ലാം വേറെ പേജിലാണ്. അപ്പൊ നമ്മൾ പറയാണ് അവിടെ ലിങ്ക് ക്രോസ് റെഫറൻസ് കൊടുക്കാണ്, സി ടേബിൾ 6, ആറാമത്തെ ടേബിളിലാണ് ഇതിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി അതിന്റെ ലിങ്ക് എവിടേക്ക് പോകും, ആ ഒരു ടേബിളിലേക്ക് പോകും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇതാണ് ക്രോസ് റെഫറൻസ്. ഇനി അടുത്തത് ഇൻഡെക്സ്. നമ്മൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മാർക്ക് എൻട്രി. നമ്മൾ പേപ്പർ വാല്യൂഷന് പോകുമ്പോൾ അറിയാൻ പറ്റും, നമ്മുടെ പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഫ്രണ്ട് പേജിൽ കുറേ കോളം കാണും അല്ലേ, അല്ലെങ്കിൽ നെക്സ്റ്റ് പേജിൽ കുറേ കോളം ഉണ്ടായിരിക്കും. എന്തിനാണ് ആ കോളം എന്ന് നമുക്കറിയില്ല. നമ്മൾ ആൻസർ എഴുതി പോകും, നമ്മളോട് പറയും നമ്മൾ അവിടെ നിന്ന് എഴുതാൻ പാടില്ല, രജിസ്റ്റർ നമ്പർ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യന് എ ബി സി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ എ ബി സി എന്നുള്ള മാർക്ക് അവിടെ കോളത്തിൽ എഴുതണം. അത് കഴിഞ്ഞ് താഴെ അത് ടോട്ടൽ ചെയ്യാനായിട്ട്, അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യന് എയും ബിയും സിയും കൂടി എത്ര മാർക്ക് കിട്ടി എന്ന് എഴുതാനായിട്ട് താഴെ ഒരു കോളം ഉണ്ടാവും, വീണ്ടും ഒരു കോളം ഉണ്ടാവും. അങ്ങനെ നമുക്ക് 50 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ഒരു 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിനെല്ലാത്തിനും ഈ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് അങ്ങനെ എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. നമ്മൾ ആദ്യം 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഷോർട്ട് ആൻസർ ആയിരിക്കും, ലോങ് ആൻസർ ആയിരിക്കും, എസ്സേ ടൈപ്പ് ആയിരിക്കും. അപ്പൊ അതിനൊക്കെ ചിലപ്പോൾ എയും ബിയും സിയും ഡിയും ഓപ്ഷൻ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളതിന് വേണ്ടി നമ്മൾ കുഞ്ഞു 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 കോളങ്ങൾ ബോക്സസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ മാർക്ക് എൻട്രിക്കൊക്കെ പോയില്ല, നമുക്ക് ഇതിനെ ഇൻഡെക്സുകൾ മാർക്ക് ചെയ്യാം. ഇൻക്ലൂഡ് ദി സെലക്ടഡ് ടെക്സ്റ്റ് ഇൻ ദി ഇൻഡെക്സ് ഓഫ് ദി ഡോക്യുമെന്റ്. ഇൻഡെക്സുകളായിട്ട് നമുക്ക് ഇതേപോലെ insert an index into the document, list of keyword found in the document along with the page number the words appear on. നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇൻഡെക്സ് ചെയ്യാനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇൻഡെക്സ്. ഇതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അടുത്തത് ടേബിൾ ഓഫ് അതോറിറ്റീസ്. നമ്മൾ നേരത്തെ ഇവിടെ സിറ്റേഷൻ പഠിച്ച പോലെ തന്നെയാണ് മാർക്ക് സിറ്റേഷൻ. നമുക്ക് ഏതാണ് സിറ്റേഷൻ എന്ന് കൊടുക്കാം, അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇൻസേർട്ട് ടേബിൾ ഓഫ് അതോറിറ്റീസ്. ഇവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് നമുക്കിവിടെ ടേബിൾ ഓഫ് അതോറിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് എന്ത് ടേബിൾ ഓഫ് അതോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റേഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ. അപ്പൊ ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ല. നമ്മളോട് ക്രോസ് റെഫറൻസ്, ബിബ്ലിയോഗ്രഫി, സിറ്റേഷൻ, ഫൂട്ട് നോട്ട്, എൻഡ് നോട്ട്, ഇതൊക്കെയാണ് നമ്മളോട് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ ഒരു റെഫറൻസസ് എന്ന് പറഞ്ഞ ടാബില്. നമ്മളിപ്പോൾ 4 ടാബാണ് പറഞ്ഞത്, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസസ്. 4ാമത്തെ ടാബ് മെയിലിങ്സ്. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു പേജാണ് മെയിലിങ്സ്. അല്ലെങ്കിൽ എപ്പോഴും നമ്മളോട് മെയിൽ മെർജ് എന്താണ്, മെയിൽ മെർജ് എന്തിനാണ് ചെയ്യുന്നത്, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ എവിടെ കണ്ടാലും മെയിൽ മെർജ് എന്നുള്ളത് ഓപ്ഷൻ ആക്കി എഴുതും. മെയിലിങ്സ് എന്ന് പറഞ്ഞ ടാബിലാണ് എന്ത് കിടക്കുന്നത്, മെയിൽ മെർജ് കിടക്കുന്നത്. മനസ്സിലായോ? മെയിലിങ്സ് എന്ന് പറഞ്ഞ ടാബിലാണ് മെയിൽ മെർജ് കിടക്കുന്നത്. അതിന്റെ ഗ്രൂപ്പുകളുടെ പേരൊന്ന് എഴുതി വെക്കാം. ക്രിയേറ്റ്, സ്റ്റാർട്ട് മെയിൽ മെർജ്, റൈറ്റ് ആൻഡ് ഇൻസേർട്ട് ഫീൽഡ്, പ്രിവ്യൂ റിസൾട്ട്, ഫിനിഷർ. ഇത് എല്ലാം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ക്രിയേറ്റ് എന്ന് പറയുന്നത് ആണ് ഫസ്റ്റ് നമ്മുടെ ഗ്രൂപ്പ്. അതായത് ഈ ടാബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാബ് എല്ലാം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാണ്. മെയിൽ മെർജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടാബ് മുഴുവൻ നോക്കുന്നത്. മെയിലിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് മെയിൽ മെർജ് ആണ്. മെയിൽ മെർജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടാബ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ആണ്. ക്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൽ മെർജ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ക്രിയേറ്റിൽ നമുക്ക് 2 എണ്ണം ഉണ്ട്, എൻവലപ്പും
ലേബൽസും. എൻവലപ്പും ലേബൽസും. എൻവലപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഈ പറയുന്നതൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. എഴുതി കഴിഞ്ഞില്ലെങ്കിൽ എന്നോട് പറയാം, അപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്യും. ഡെലിവറി അഡ്രസ്സ് നമുക്കിവിടെ കൊടുക്കാം. കണ്ടോ, ഡെലിവറി അഡ്രസ്സ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതിന് ഒരു ലിങ്ക് ഉണ്ട്, ഇൻസേർട്ട് അഡ്രസ്സ്. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നില്ലേ ഇൻസേർട്ട് അഡ്രസ്സ്? നമുക്ക് വേറെ ഏതെങ്കിലും ഡോക്യുമെന്റിൽ നമ്മൾ അഡ്രസ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ നിന്ന് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് കിട്ടും. കാണുന്നുണ്ടല്ലോ അല്ലേ? ചെയ്യുമ്പോൾ കാണുന്നില്ലേ? യു നീഡ് ടു ക്രിയേറ്റ് എ മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് പ്രൊഫൈൽ ഇൻ മൈക്രോസോഫ്റ്റ്. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ക്ലിക്ക് ഷോ പ്രൊഫൈൽസ് ആൻഡ് ദെൻ ക്ലിക്ക് ആഡ്. ഇത് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമ്മളിതൊന്നും ചെയ്യാത്ത കാരണം കൊണ്ടാണ്. അപ്പൊ നമുക്ക് എല്ലാ അഡ്രസ്സും വരും. ഇനി അതാണ് എൻവലപ്പിൽ അഡ്രസ് ഒക്കെ ആഡ് ചെയ്തത്. ഇനി ലേബൽസ് എന്താണ്? യു ക്യാൻ സെലക്ട് ഫ്രം എ നമ്പർ ഓഫ് പോപ്പുലർ പേപ്പർ ലേബൽ സ്റ്റൈൽസ് ഇൻ ഷേപ്പ്. എങ്ങനെയാണ് നമുക്കിത് വേണ്ടത് എന്നുള്ള ലേബൽസ് നമ്മളിതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ലേബൽസ് റിവ്യൂ കൊടുക്കുന്നുണ്ട്. പോസ്റ്റ് കാർഡ് ആണോ, ഏതാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഓരോന്ന് മാറി വേണോ. 1/2 ലെറ്റർ, 30 പെർ പേജ്. നമുക്ക് ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വരുന്നത്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വരുന്നത്. എവിടെ ക്ലിക്ക് ചെയ്തതെന്ന് കാണുന്നുണ്ടോ? അതാ ഈ ഒരു ലേബലിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നത്. കണ്ടോ പേജ് പ്രിന്റേഴ്സ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ കാണിക്കും. എങ്ങനെയാണോ മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ മെയിൽ മെർജ്? എന്താ മെയിൽ മെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർട്ട് എ മെയിൽ മെർജ് ടു ക്രിയേറ്റ് എ ഫോം ലെറ്റർ വിച്ച് യു ഇന്റൻഡ് ടു പ്രിന്റ് ഓർ ഇമെയിൽ മൾട്ടിപ്പിൾ ടൈംസ്. കണ്ടോ, സെൻഡിങ് ഈച്ച് കോപ്പി ടു ഡിഫറെന്റ് റെസിപ്പിയന്റ്. എഴുതി വെക്കാം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു മാറ്റർ തന്നെ ഒരുപാട് പേർക്ക് നമ്മൾ അയക്കാണ്. യു ക്യാൻ ഇൻസേർട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിൽ? You can insert a field such as name or address, which word will replace automatically with information from a database or contact list for each copy of the form letter. എഴുതി വെക്കാം കേട്ടോ. മെയിൽ മെർജ് എന്നുള്ളത് ഹെഡിങ് കൊടുത്തിട്ട് ഈ ഡീറ്റെയിൽസ് ഒന്ന് എഴുതി വെക്കണം. അത് ബൈ ഹാർട്ട് പോയിന്റ് പഠിക്കണമെന്നില്ല, മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എവിടുന്നാണ് ഇൻഫോർമേഷൻ കിട്ടുന്നത്? ഇൻഫോർമേഷൻ ഗെറ്റ് ഫ്രം എവിടുന്നാണ്? അതിന് പറഞ്ഞ പേരാണ് ഡാറ്റാബേസ് കേട്ടോ. നമുക്ക് സോഴ്സ് ആണത്, ഡാറ്റാബേസിൽ നിന്നാണ്, അങ്ങനെയാണ് പറയാ. ഡാറ്റാബേസിൽ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻസ് എല്ലാം കിട്ടുന്നത്. ആ മെയിൽ മെർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫോം ഓഫ് ലെറ്റർ ആണ്. അത് പ്രിന്റ് ഓർ ഇമെയിൽ, ആരൊക്കെ പ്രിന്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യാം. എന്താണ്? സെൻഡിങ് ഈച്ച് കോപ്പി, എല്ലാ കോപ്പിയും ഒരേപോലത്തെ കോപ്പിയാണ്. അത് ആർക്ക് കൊടുക്കണം? എങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കണ്ടേ? ടു എ ഡിഫറെന്റ് റെസിപ്പിയന്റ്. ഡിഫറെന്റ് ആയിരിക്കും, ആൾക്കാർ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഞാനൊരു ഇൻവിറ്റേഷൻ ലെറ്റർ അടിക്കുകയാണ്, എനിക്കത് 100 പേർക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ സെയിം മാറ്റർ തന്നെ നമുക്ക് 100 പേർക്ക് അയക്കാൻ പറ്റണം അറ്റ് എ ടൈം, അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ആ ലെറ്ററിൽ എന്ത് മാറിക്കൊണ്ടിരിക്കണം? എല്ലാ ലെറ്ററിലും അഡ്രസ്സ് മാറണം, അല്ലെ? അഡ്രസ്സ് മാറണം. അങ്ങനെ അഡ്രസ്സ് മാറി നമ്മൾ അറ്റ് എ ടൈം ഇത്രയും പേർക്ക് ഒരുമിച്ച് അയക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൽ മെർജ് എന്ന് പറയുന്നത്. എന്നിവിടെ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അഡ്രസ് ലിസ്റ്റ് ഒക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. യെസ്. ഇനി അപ്പൊ ഇതിൽ നമുക്ക് ഇനി എന്താ പറയാ, കുറെ സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പ് ഞാൻ ഗ്രൂപ്പിൽ ഇടാം, ആ സ്റ്റെപ്പ് ഒന്ന് എഴുതി വെച്ചാൽ മതി. അത്രയും കാര്യങ്ങളൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാറില്ല. എന്താണ് മെയിൽ മെർജ്, എവിടെയാണ് ഡാറ്റാ സോഴ്സ്, എന്താണ് ഡാറ്റാബേസ്, എന്താണ് നമ്മുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് കിട്ടുന്നത്, അതൊക്കെയാണ് എന്ത് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് ആ ഒരു ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഇതൊക്കെ ചോദിക്കാറുള്ളത്. അടുത്ത ടാബ് റിവ്യൂ ടാബാണ്. നമ്മൾ ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിങ്സ്, അല്ലെ 5 കഴിഞ്ഞു. 6ാമത്തെ ടാബാണ് റിവ്യൂ. റിവ്യൂല് ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് പ്രൂഫിംഗ് എന്നാണ്. അത് എഴുതി വെക്കുക. പ്രൂഫിംഗ് എന്ന് എഴുതി വെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതി വെക്കണം. അതിൽ ഈ വേർഡ് കൗണ്ട്, റിസർച്ച്, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, ത്രഷേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. വേർഡ് കൗണ്ട്, അപ്പൊ ഇതൊന്നും എഴുതി വെക്കാം. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, റിസർച്ച്, ത്രഷേഴ്സ്, ട്രാൻസ്ലേറ്റ്, സെറ്റ് ലാംഗ്വേജ്, വേർഡ് കൗണ്ട്, ട്രാൻസ്ലേഷൻ, സ്ക്രീൻ ടിപ്പ്, ഇത്രയും കാര്യങ്ങൾ. പ്രൂഫിംഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. പ്രൂഫിംഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് റിവ്യൂല് പ്രൂഫിംഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് കേട്ടോ. റിവ്യൂ പ്രൂഫിംഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് ഇത്. ഓക്കെ, റിവ്യൂ പ്രൂഫിംഗ്. യെസ്, ഒന്ന് എഴുതി വെക്കാം.
അതില് എന്താണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് F7 ആണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിന്റെ. ചെക്ക് ദി സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഓഫ് ടെക്സ്റ്റ് ഇൻ ദ ഡോക്യുമെന്റ്. നമ്മുടെ ഡോക്യുമെന്റിൽ സ്പെല്ലിംഗ് തെറ്റാണോ എന്നുള്ളത് നോക്കാനാണ്. നമ്മളിവിടെ ഡോക്യുമെന്റിൽ ഒന്നും തന്നെ ടൈപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്കത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ഏത് കളറാണ് കാണിക്കുക? ഏത് അണ്ടർലൈൻ ആണ് വരിക സ്പെല്ലിംഗ് മിസ്റ്റേക്കിന്? ഏത് അണ്ടർലൈൻ ആണ്? റെഡ് കളർ ആണ് അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് എഴുതി വയ്ക്കാൻ അറിയാത്തവർ കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണിക്കുന്നത് റെഡ് കളർ ആണ്. എന്റെ മൗസ് കീബോർഡ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ്. കണ്ടോ, ഞാനിപ്പോ എന്റെ പേര് എഴുതിയത് അവര് പറയുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്നാണ്. അപ്പൊ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇട്ടപ്പോ എന്ത് സംഭവിച്ചു? അവിടെ സംഭവിച്ചത് എന്താണ്? അവിടെ റെഡ് കളർ അണ്ടർലൈൻ വന്നു അല്ലെ, റെഡ് കളർ വന്നു. ഇതാ, ഇനി ഇവിടെ ഒരു ഗ്രീൻ കളർ കാണുന്നുണ്ടോ? അവിടെ ഒരു ഗ്രീൻ കളർ കാണുന്നുണ്ട്, കാണിച്ചു തരാം. കണ്ടോ, ഗ്രീൻ കളർ കാണുന്നുണ്ട് അല്ലെ. എന്താ ഗ്രീൻ കളർ കാണുന്നത്? എന്താ ഗ്രീൻ കളർ കാണുന്നത്? ഇത് റെഡിൽ കാണിക്കണുണ്ട് അവര്. എന്താണ് കാണിച്ച റെഡില്? സ്പെല്ലിങ് തെറ്റാന്ന്. അവിടെ കണ്ട എന്റെ ലക്ഷ്മി എന്നുള്ള സ്പെല്ലിങ് തെറ്റാന്നാണ് അവർ പറയുന്നത്. തെറ്റാണ്. നമ്മള് ഇഗ്നോർ വൺസ് കൊടുത്താൽ അത് പോയി കിട്ടും. ഇനി ഇവിടെ കാണിക്കുന്നുണ്ട് എന്താണ്? ഇതെന്താ കാണിക്കുന്നത്? എന്താ കാണിക്കുന്നത്? അവിടെ എന്താ വന്നത്? ഇവിടെ കാണിക്കുന്നില്ല എക്സ്ട്രാ സ്പേസ് എന്ന് പറഞ്ഞ ഇവിടെ കാണിക്കുകയാണ്. എക്സ്ട്രാ സ്പേസ് ഞാൻ ഇട്ടു. കണ്ടോ, ഞാൻ ഇട്ടതാണ് അവിടെ എക്സ്ട്രാ സ്പേസ്. അതുകൊണ്ട് അവിടെ എന്ത് വന്നത്? ഇത് എന്ത് വന്നത്? അവിടെ നമുക്ക് ആ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് വന്നു. അവിടെ സ്പേസിന്റെ ആവശ്യമില്ല. പോയി കണ്ടോ. എ എന്നുള്ളത് സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ ലെറ്റർ വേണം. അപ്പൊ പേര് ഇപ്പൊ അവര് സമ്മതിക്കില്ല ശരിയാന്നുള്ളത്, കാരണം എനിക്കെല്ലാം അറിയുള്ളൂ. എന്റെ സ്പെല്ലിംഗ് കമ്പ്യൂട്ടറിന് അറിയില്ലല്ലോ. അപ്പൊ ഞാനത് ഇഗ്നോർ കൊടുത്താൽ മതി. അപ്പോ എന്താണ് വന്നത്? റെഡ് കളറ് എന്തിനു വേണ്ടിയിട്ടാ? റെഡ് കളറ് സ്പെല്ലിംഗ് മിസ്റ്റേക്കിനും. ഗ്രീൻ കളറ് എന്ത് വന്നു? ഗ്രീൻ കളർ എന്തിനാ? ബ്ലൂ കളർ എന്തിനാ? ബ്ലൂ കളർ എന്തിനാ? ഓക്കെ, അപ്പൊ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ F7 ആണ്. അത് പഠിച്ചു വെക്കണം. ഇനി റിസർച്ച് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് എഴുതേണ്ട കാര്യമില്ല. റെഫറൻസ് മെറ്റീരിയൽ വെച്ചിട്ട് ഏതെങ്കിലും എൻസൈക്ലോപീഡിയ ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും റിസർച്ച് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അത് പഠിക്കേണ്ട. ഫ്രഷേഴ്സ് ചോദിക്കാറുണ്ട്. ഷിഫ്റ്റ് പ്ലസ് F7 ആണ് അതിന്റെ ഷോർട്ട് കട്ട് കീ. അതൊന്ന് എഴുതി വെക്കുക, കാരണം F7 ഇട്ടിട്ടുള്ള കാര്യം നമ്മളോട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമിലർ മീനിങ് ഉള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. സിമിലർ മീനിങ് ഉള്ളതാ ഇവിടെ വന്നു. ഫ്രഷേഴ്സ് സെർച്ച് ഫോർ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അതൊന്നും വരില്ല. നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ത്രഷേഴ്സ് പേഴ്സൺ നെയിം, ഫസ്റ്റ് നെയിം, ക്രിസ്ത്യൻ നെയിം. അപ്പൊ അതിന്റെ ഈ കാര്യങ്ങൾ കാണിച്ചത് നമുക്ക് ഇവിടെ കണ്ടോ. ഡെസിഗ്നേഷൻ ആവാം. ഇങ്ങനെയൊക്കെയാണ് അവർ എന്ത് പറയുന്നത്? ത്രഷേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എന്താ ത്രഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സജസ്റ്റ് അതർ വേർഡ്സ് വിത്ത് എ സിമിലർ മീനിങ് ടു ദ വേർഡ് യു ഹാവ് സെലക്ടഡ്. നമുക്ക് ഒരു വലിയൊരു ഡോക്യുമെന്റ് നമ്മൾ ടൈപ്പ് ചെയ്യാണ്, അതിൽ ഒരു വേർഡ് നമുക്ക് മാറ്റണം. നമുക്കത് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് വേണ്ട. ഇപ്പൊ ഞാനിവിടെ സജഷൻ തന്നെ അടിക്കാണ്. സജഷൻ അടിച്ചു. ത്രഷേഴ്സ് സജഷൻ ആണ് വേണ്ടത്. സജഷൻ സെലക്ട് ചെയ്ത് ത്രഷേഴ്സ് അടിച്ചപ്പോ അതാ കണ്ടോ, ആ ഒരു സജഷന്റെ സെയിം മീനിങ്, അതായത് സജഷനുമായി ഈക്വലൈസ് ചെയ്യുന്ന വേർഡുകളുടെ മീനിങ് ആണ് ഇവിടെ വേർഡുകളാണ് കൊടുക്കുന്നത്. പ്രപ്പോസൽ, പ്രപ്പോസിഷൻ, സബ്മിഷൻ, ഐഡിയ, ഓഫർ, പ്ലാൻ. കണ്ടോ, ഒരുപാട് വന്നത് കണ്ടോ. നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് എന്ത് കാണിച്ചത്? ത്രഷേഴ്സ് കൊടുത്തത്. ഇപ്പൊ ഞാൻ സ്റ്റുഡന്റിന്റെ അവിടെ കൊടുത്തിട്ട് ത്രഷേഴ്സ് കൊടുക്കുകയാണ്. അപ്പൊ സ്റ്റുഡന്റിന്റെ വേറൊരു പേരാണ് സ്കോളർ, അണ്ടർ ഗ്രാജുവേറ്റ്, അപ്രന്റൈസ്, ലേണർ. ഇതുപോലുള്ള വേർഡുകൾ കിട്ടും. നെയിം എന്ന് പറഞ്ഞിട്ട് ത്രഷേഴ്സ് ക്ലിക്ക് ചെയ്താല് കുറെ നെയിമുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? മിഡിൽ നെയിം ആണോ, മിഡൻ നെയിം ആണോ, മേഡൻ നെയിം ആണോ, പെറ്റ് നെയിം ആണോ, നിക് നെയിം ആണോ, ലാസ്റ്റ് നെയിം ആണോ? കണ്ടോ,
അപ്പൊ തെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എഴുതി വെക്കുക. എന്താണ്? സജസ്റ്റ് അതർ വേർഡ് വിത്ത് എ സിമിലർ മീനിങ് ടു ഹാവ് ദ വേർഡ് യു ഹാവ് സെലക്ടഡ്. നമ്മൾ സെലക്ട് ചെയ്ത വേർഡിന്റെ സെയിം മീനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള വേർഡ്സുകൾ കാണിച്ചു തരും. അതാണ് തെഷേഴ്സ്. അതിന്റെ ഷോർട്ട് കട്ട് കീ ഷിഫ്റ്റ് പ്ലസ് F7 ആണ്. ഇതിന്റെ എന്താണ് തെഷേഴ്സ് എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഇടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? ട്രാൻസ്ലേറ്റ് എന്നാണ് ചോദിക്കുന്നത്. ട്രാൻസ്ലേറ്റ് ദി സെലക്ടഡ് ടെക്സ്റ്റ് ഇൻ ടു എ ഡിഫറെന്റ് ലാംഗ്വേജ്. ഞാനിപ്പോ നെയിം എന്ന് പറഞ്ഞത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വെച്ചേക്കാണ്. എനിക്ക് ഏതിലേക്കാണ്? ഫ്രഞ്ച് കൊടുത്തിട്ടുണ്ട്, വരുമോ എന്ന് എനിക്കറിയില്ല. സ്പെയിൻ നോക്കിയത് അത് വരാൻ വഴിയില്ല, ഇതിൽ അപ്ഡേറ്റഡ് അല്ലാതെ തന്നെ വരില്ല. എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസോ ഫ്രഞ്ചോ ഇതിവിടെ വരുന്നുണ്ട്, ഇതാ താഴെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് എന്തെങ്കിലും അപ്ഡേറ്റ് ഇല്ലാതെ ശരിക്കും കാണാൻ പറ്റണില്ല എനിക്ക്. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ സെലക്ട് ചെയ്ത ആ ഒരു വേർഡ് വേറൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കും. ട്രാൻസ്ലേഷൻ സ്ക്രീൻ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനേബിൾ എ സ്ക്രീൻ ടിപ്പ് ദാറ്റ് ട്രാൻസ്ലേറ്റ് വേർഡ്സ് യു പോസ്റ്റ് യുവർ കഴ്സർ ഓവർ ഇൻ ടു ദി അതർ ലാംഗ്വേജസ്. അതങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ മാറി വരും. ടേൺ ഓഫ് ട്രാൻസ്ലേഷൻ സ്ക്രീൻ സ്കിപ്പ് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ്, അല്ലാതെ നിങ്ങൾ കാണാനായിട്ട് പറ്റുള്ളൂ. ഇത് വരുന്നില്ല, കാണിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അതായത് നിങ്ങൾ കഴ്സർ വയ്ക്കുമ്പോൾ അത് ഓൾറെഡി മാറി വരുന്നതാണ് അവർ പറയുന്നത്. സ്ക്രീൻ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കഴ്സർ ഇരിക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ലാംഗ്വേജിലേക്ക് മാറും. സെറ്റ് ലാംഗ്വേജ്, നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്ത് വെക്കാം. വേർഡ് കൗണ്ട്. എന്താണ് വേർഡ് കൗണ്ട്? നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള വേർഡ്സിന്റെ കൗണ്ട്. ഇതെന്താ ചെയ്യാൻ പറ്റാൻ നോക്കട്ടെ. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ വേർഡ് കൗണ്ട്? ഇവിടെ 8 വേർഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതാ ഞാനിപ്പോ അത് ക്ലിക്ക് ചെയ്തു. എത്ര പേജ് ഉണ്ട്? വേർഡ് കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ വേണ്ട, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പേജ് ഒരു പേജ് ഉള്ളൂ. വേർഡ് 8 വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. 8 വേർഡ്. ക്യാരക്ടർ 36, ക്യാരക്ടർ വിത്ത് സ്പേസ് 45, പാരഗ്രാഫ് 1, ലൈൻ 1. ഇതെന്താ ഇവിടെ നോക്കിയേ, വേണ്ട ഒരു പേജ് ഉള്ളൂ. നമ്മളെ വേറെ പേജ് ഒന്നും എടുത്തിട്ടില്ല. വേർഡ്സ് 8 വേർഡ് ഉണ്ട്. മൈ 1 അല്ലേ, 2, 3, 4, 5, 6, 7, 8 കറക്റ്റ് ആണ്. ക്യാരക്ടേഴ്സ് നോ സ്പേസ്. നോ സ്പേസ് ഇല്ലാതെ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നാണ് ഇത് എണ്ണണം. ഞാൻ എണ്ണാൻ സമയമില്ല എനിക്ക്. വിത്ത് സ്പേസ് 45. പാരഗ്രാഫ് ആകെ ഒരു പാരഗ്രാഫ് എവിടെ ഉള്ളൂ, ഒരെണ്ണം. ലൈൻ ആകെ ഒരു ലൈനേ ഉള്ളൂ, അപ്പൊ 2 എണ്ണം. ഇനി ഇവിടെ നമുക്ക് അടുത്ത ലൈനിലേക്ക് എഴുതി കഴിഞ്ഞാല് വേർഡ് കൗണ്ട് നോക്കി കഴിഞ്ഞാല് ഉണ്ടോ, ലൈൻ 2 ലൈനായി, പാരഗ്രാഫ് 2. നമ്മളത് കണ്ടോ മാറി വരുന്നുണ്ടോ? അപ്പൊ വേർഡ് കൗണ്ട് എവിടെ കാണുന്നത്? വേർഡ് കൗണ്ട് എവിടെയും കാണും, നമ്മുടെ സ്റ്റാറ്റസ് ബാറിൽ കാണും. അപ്പൊ എന്താണ് സ്റ്റാറ്റസ് ബാർ? കറന്റ് കണ്ടീഷൻ ഓഫ് ദി ഡോക്യുമെന്റ് ആണ്. അപ്പൊ സൈഡിലോ അല്ലെങ്കിൽ മുകളിൽ നമ്മൾ കാണുന്ന രീതിയിലൊന്ന് എഴുതി വെക്കുക. സ്റ്റാറ്റസ് ബാർ, നമ്മൾ കറന്റ്ലി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സ്റ്റാറ്റസ് ബാറിൽ കാണിക്കും. അപ്പൊ എവിടെയാണ് സ്റ്റാറ്റസ് ബാർ കാണുന്നത്? സ്റ്റാറ്റസ് ബാറിന് ഹെഡിങ് എവിടെയെങ്കിലും വലിയ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ബോട്ടം ഓഫ് ദി ഡോക്യുമെന്റ്, താഴെയാണ് കൊടുക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡോക്യുമെന്റ് പറ്റുമെങ്കിൽ ഒന്ന് വരച്ചു വെക്കുക. നിങ്ങൾ ഒരു വേർഡ് ഡോക്യുമെന്റ് വെറുതെ ഒരു പേജ് വരയ്ക്കുക. ഏറ്റവും മുകളിൽ ടൈറ്റിൽ ബാർ, നെയിം ഓഫ് ദി ഡോക്യുമെന്റ്. രണ്ടാമത്തെ ടാബുകളാണ്, റിബൺ ആണ്. ആ റിബൺ ഡിവൈഡഡ് ഇൻ ടു എത്ര ടാബ് ഉണ്ട്? 7 ടാബ് അല്ലെ. എന്നിട്ട് ആ ടാബുകളുടെ പേര് എഴുതി വെക്കുക. അതിന്റെ അടിയിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും താഴെ കാണുന്നതാണ് സ്റ്റാറ്റസ് ബാർ. ഈ സ്റ്റാറ്റസ് ബാറിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ പറയാൻ കാരണം, വേർഡ് കൗണ്ട് എവിടെ കാണും? സ്റ്റാറ്റസ് ബാറിൽ കാണും. പ്രൂഫിംഗ് എന്ന് പറഞ്ഞ ഗ്രൂപ്പില്, റിവ്യൂ എന്ന് പറഞ്ഞ ടാബില് പ്രൂഫിംഗിലാണ് നമ്മളിപ്പോ വേർഡ് കൗണ്ട് പഠിച്ചത്. അത് പക്ഷെ എവിടെയും കൂടി കാണും, സ്റ്റാറ്റസ് ബാറിൽ കാണിക്കും. അതിൽ എന്തൊക്കെ നമ്മൾ കാണുന്നു പറഞ്ഞു അല്ലെ? എന്തൊക്കെ കാണുന്നുണ്ട്? വേർഡ് കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? പേജ്, വേർഡ്, ക്യാരക്ടേഴ്സ് നോ സ്പേസ്, ക്യാരക്ടേഴ്സ് വിത്ത് സ്പേസ്, പാരഗ്രാഫ്, ലൈൻ. ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് വേർഡ് കൗണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ ഷോർട്ട് ഹാൻഡ് സ്പീഡ് വായിക്കുന്ന സമയത്ത് ടൈപ്പ് ചെയ്തിട്ട് നമുക്കറിയാം 80 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. ഒരു വായിക്കേണ്ടത് ഒരു മിനിറ്റിൽ 80 വേർഡ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ 80 വേർഡ് ആവോന്ന് അറിയാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് കഴ്സർ വെച്ചിട്ട് നോക്കിയാൽ മതി. ആ കഴ്സർ എവിടെ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള വേർഡ് കൗണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തരും. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ വേർഡ് കൗണ്ട് കറക്റ്റ് ആയിട്ട് ഇതിൽ അറിയാനായിട്ട് സാധിക്കും. യെസ്, പ്രൂഫിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് അത്രേ ഉള്ളൂ. പിന്നെ കമന്റ് ആണ്. കമന്റ് നമ്മളെ ഒരു കമന്റ് ഇതാ, നമ്മളിപ്പോൾ ടൈപ്പിസ്റ്റ് ആണ് സെലക്ട് ചെയ്തത്. അതിന് കമന്റ് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ടൈപ്പ് ചെയ്യുന്നത് എന്തോ ആണ് കാണുന്നത് മനസ്സിലാവുന്നു. ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് കമന്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഡിലീറ്റ് കൊടുക്കണമെങ്കിൽ ഡിലീറ്റ് കമന്റ് ചെയ്താൽ മതി.
ഞാനിവിടെ കമന്റ് കൊടുത്താൽ മാത്രമാണ് ഇവിടെ ഈ ഒരു ഡിലീറ്റ് പ്രീവിയസ് നെക്സ്റ്റ് ഒക്കെ കാണുള്ളൂ. കമന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് എ കമന്റ് അബൌട്ട് ദി സെലക്ഷൻ. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് കമന്റ് കൊടുക്കുക. ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടില്ല. അവിടെ കണ്ടല്ലോ അല്ലെ, ഞാൻ സെലക്ട് ചെയ്ത കാര്യത്തിന് ക്ലിക്ക് കമന്റ് ചെയ്താൽ ഇതൊക്കെ വരും. ആ ഒരു കമന്റ് ഇവിടെ വന്നാൽ മാത്രമാണ് ഡിലീറ്റ് പ്രീവിയസ് നെക്സ്റ്റ് ഒക്കെ അവിടെ ഓപ്പൺ ആയിട്ട് വരുള്ളൂ. എന്നാൽ മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ, അല്ലെങ്കിൽ അത് ആക്റ്റീവ് ആയിരിക്കില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അത് ഡിലീറ്റ് ആയി പോകും, കമന്റ് പോകും. അപ്പൊ ആ കമന്റ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഇത്ര എടുക്കണുള്ളൂ. ഇനി നമുക്കിനി ട്രാക്കിങ്, ചേഞ്ചസ്, കമ്പയർ, പ്രൊട്ടക്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വ്യൂ ടാബും കൂടി ഉള്ളൂ. വ്യൂ ടാബ് നമ്മൾ നാളത്തെ ഒരു ക്ലാസ് കൊണ്ട് നമ്മുടെ വേർഡ് നമ്മൾ തീർക്കും. നാളത്തെ ഒരു ക്ലാസ് മതി കേട്ടോ, വേർഡ് നമ്മൾ തീർക്കാണ്. അപ്പൊ ആ വേർഡിന്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് ദിവസം പഠിക്കാനുള്ള ഒരു സമയം തരാം. അതിനുശേഷം നമ്മൾ എക്സൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടൊക്കെ വരുള്ളൂ. അപ്പൊ നമുക്കത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ബ്ലൂ കളർ എന്തിനാണ് ഡിനോട്ട് ചെയ്യുക? ആ, ബ്ലൂ കളർ നോക്കിയിട്ട് വാ. ഞാൻ മറന്നു പോയിട്ടില്ല. എന്താണെന്ന് ആലോചിക്കും. ഞാൻ പറഞ്ഞ അടുത്ത ക്ലാസ്സിൽ ആലോചിക്ക് ബ്ലൂ കളർ എന്തിനാന്ന് ഞാൻ നാളെ പറഞ്ഞുതരാം. ഓക്കെ, എന്നാ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ എടുത്ത് തന്നില്ല, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വായിച്ചു നോക്കാം കേട്ടോ, നോട്ടൊക്കെ വായിച്ചു നോക്കാം. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഇപ്പൊ ഇന്നത്തെ കാര്യമില്ല ഞാൻ പറയുന്നത്, ഇതിന് മുൻപത്തെ കാര്യങ്ങളാണെങ്കിലും നോട്ട്, നിങ്ങൾ എഴുതുന്ന നോട്ട് വായിച്ചിട്ട് ചിലപ്പോൾ ഇന്ന് വായിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവും. കാരണം ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ടില്ലല്ലോ, 2 ദിവസം കഴിഞ്ഞിട്ട് വായിക്കുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അത് ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.